നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ടുകൾ എല്ലായിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യൂറോപ്പിൽ ഇപ്പോൾ നേഷൻസ് ലീഗ് മത്സരങ്ങൾ കളിക്കുന്ന ടീമുകൾ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്ക് മുതലാണ് ക്വാളിഫയറിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും ഏഷ്യയിൽ നിന്ന് കൂടുതൽ ടീമുകൾ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഇന്നലെ ഉറപ്പാക്കുകയുണ്ടായി. അതോടുകൂടി 10 ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി. ഇപ്പോൾ ഇന്നലെ യോഗ്യത ഉറപ്പാക്കിയത് ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് കൊറിയ, ജോർദാൻ ടീമുകളാണ്. ഓൾറെഡി ഹോസ്റ്റുമാരെന്ന നിലയ്ക്ക് മെക്സിക്കോയും കാനഡയും USA യോഗ്യത ഉറപ്പാക്കിയതാണ്. അതുകൂടാതെ സൗത്ത് അമേരിക്കയിൽ നിന്ന് നമുക്കറിയാം അർജൻറ്റീന നേരത്തെ യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ന്യൂസിലാൻഡ് നേരത്തെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഏഷ്യയിൽ നിന്ന് ഇറാൻ നേരത്തെ യോഗ്യത ഉറപ്പാക്കിയിരുന്നു. അങ്ങനെ 48 സ്ലോട്ടുകളിൽ 10 ഇപ്പോൾ ഫില്ലായിരിക്കുന്നു. ബാക്കി ആരൊക്കെ കൊണ്ടുപോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിലവിൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ ഒന്ന് കാനഡ, മറ്റൊന്ന് മെക്സിക്കോ, പിന്നെ USA. ഈ 3 ടീമുകളും ഹോസ്റ്റുമാരാണ്. അടുത്ത തവണത്തെ വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത അതാണ്. 3 വ്യത്യസ്ത രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്നു. 48 ടീമുകൾ കളിക്കുന്നു. ഇതുവരെ നമ്മൾ 32 ടീമുകളുള്ള വേൾഡ് കപ്പാണ് കണ്ടതെങ്കിൽ അടുത്ത തവണ മുതൽ 48 ടീമുകളുള്ള ബൃഹത്തായ വേൾഡ് കപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിൽ നിന്നുമുള്ള ക്വാളിഫിക്കേഷൻ സ്പോട്ടുകൾ വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ 3 ടീമുകൾ ഹോസ്റ്റുമാരായിട്ട് യോഗ്യത കളിക്കാതെ തന്നെ ഉറപ്പാക്കിയപ്പോൾ ജപ്പാൻ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, സൗത്ത് കൊറിയ, ജോർദൻ ടീമുകൾ ഏഷ്യയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് ഓഷ്യാനിയയിൽ നിന്നും അർജൻറ്റീന കോൺമബോളിൽ നിന്നും യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ബാക്കി ടീമുകളുടെ ക്വാളിഫിക്കേഷൻ വരും ദിവസങ്ങളിലും വരുന്ന മാസങ്ങളിലുമൊക്കെ ആയിട്ട് ഉറപ്പാക്കും. എന്തായാലും അടുത്ത വേൾഡ് കപ്പ് ആവേശത്തോടു കൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. കറക്റ്റ് 1 വർഷമാണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.